ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ പറയുന്നത്, നമ്മൾ ഒരു 4-5 ദിവസത്തേക്ക് മുന്നേ കണ്ട വാർത്തയാണ്. ഒരു 19 വയസ്സായ ഒരു പയ്യനെ ക്ഷേത്ര ഉത്സവത്തിനിടയ്ക്ക് അടിച്ചു കൊന്നെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ വീഡിയോ കണ്ടായിരുന്നു. അതിൽ കൂടുതലും ആൾക്കാർ പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ. ഇത്രയും ഒരു പയ്യനെയും കണ്ടായിരുന്നു. പിന്നെ ഇത്തിരി തടി കഷ്ണം കൊണ്ട് അടിക്കുന്നതൊക്കെ ഇത്തിരി 10-50 വയസ്സായ ഒരാളാണ്. അത് ലഹരിയാണ് അവിടെയും പ്രശ്നം. അപ്പം ഞാൻ മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എടുത്തു ചാടി നമുക്ക് ദേഷ്യം വരും എല്ലാം ആണ്. നമ്മൾ എടുത്തു ചാടി ഓരോരോ കാര്യങ്ങൾ ചെയ്യണതിന് മുന്നേ ആലോചിക്കാതെ ഇപ്പോൾ ആദ്യം സംസാരിച്ചിട്ട് എന്തോ പോയതാണ്, വീണ്ടും നോക്കി വെച്ചിരുന്ന് വിളിച്ചു വരുത്തിയാണ് അടിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അന്വേഷണം നമ്മൾ വീഡിയോ കണ്ടായിരുന്നു. ഇനി പോലീസ് അന്വേഷണമൊക്കെ വന്നാൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ പറ്റൂ. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമില്ല. നമ്മൾ മദ്യം കഴിക്കുന്നവർ നമുക്ക് ഒന്നും തടയാനൊന്നും പറ്റത്തില്ല അല്ലേ. എങ്കിലും നിങ്ങൾ കഴിക്കുന്നത് ശരി, കഴിച്ചിട്ട് വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ കഴിച്ചിട്ട് മര്യാദയ്ക്ക് നടക്കുകയോ ചെയ്യും നിങ്ങൾ. ഇപ്പം ഇവിടെ 2 കാര്യങ്ങൾ സംഭവിച്ചു അല്ലേ. ഇപ്പോൾ ആ പയ്യൻ്റെ വീട്ടിൽ ചിലപ്പോൾ അവനായിരിക്കും ഓരോ പോളിടെക്നിക്കിലാണ് പഠിക്കുന്നത്. എന്ത് പ്രതീക്ഷയോടുകൂടിയായിരിക്കും അവനെ വീട്ടുകാർ പഠിക്കാൻ അയക്കുന്നത് അല്ലേ. അവന് കുറച്ചുകൂടെ കഴിഞ്ഞ് അവൻ ജോലി ചെയ്ത് വീട്ടുകാർ എന്തെങ്കിലും കൊണ്ടുവരും, അല്ലെ അവൻ്റെ ഭാവി സുരക്ഷിതമാവും എന്നൊക്കെ വിചാരിച്ചായിരിക്കും അവരിരുന്നത്. ആ പ്രതീക്ഷ പോയി. വീട്ടുകാർക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ത് വിഷമമായി കാണും. അതുപോലെ തന്നെ ഈ അടിച്ച് ഈ മദ്യലഹരിയിൽ ആണെന്ന് പറയുന്നു. എന്തായാലും ഈ പെട്ടെന്ന് ഒരാളെ തലക്കടിച്ചൊക്കെ ഈസി ആയിട്ട് അങ്ങ് അടിച്ചു കൊന്നു, അടിച്ചു, എല്ലാം ചെയ്തു. അവരുടെയും കുടുംബമുണ്ടല്ലേ, മക്കൾ, ഭാര്യ, അവരുടെ ജോലി ചെയ്താണ് ആ കുടുംബം. അവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് പിറ്റേന്ന് അറസ്റ്റ് ചെയ്യാൻ സമയത്ത് അവർക്ക് ഒരു ഭയങ്കര ചമ്മൽ, ഒരു പെട്ടെന്ന് പാവം പോലെയൊക്കെ നടക്കുന്നത്. ഇതെന്തുകൊണ്ട് തലേദിവസം ഇതാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും കൂട്ടുകെട്ട് നമ്മൾ അതിര് വിട്ട് കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നെങ്കിൽ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഇപ്പം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമുക്കതിലൊന്നും കയറി ഇടപെടേണ്ട. ഇപ്പം എനിക്ക് പറയാനും പറ്റത്തില്ല. അപ്പം നിങ്ങൾ പരമാവധി അത് ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ അത് നമ്മളെ ഉള്ളിൽ കിടക്കണം, ഇല്ലാതെ വല്ലവൻ്റെയും തലയ്ക്ക് കുതിരയേറാൻ പോകരുത് ഇരിക്കുക. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നേരെ ജയിലിലായി. ഇപ്പം ജയിലിൽ കിടന്നിട്ട് എന്തെങ്കിലും കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ അടുത്ത് തിരിച്ചു വന്നിട്ട് നിങ്ങൾ ജയിലിൽ ശിക്ഷ കഴിഞ്ഞിട്ട് വന്ന് അവരുടെ ഇപ്പം നമ്മൾ വെളിയിലിറങ്ങി എന്തായിരിക്കും സ്ഥിതി? നിങ്ങളുടെ ഇപ്പം ചെയ്തവരുടെ മക്കളുടെ സ്ഥിതി എന്തായിരിക്കും? ഇതൊക്കെ ഒന്ന്